നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേഷ്യൻസ് പലപ്പോഴും സംഭവിക്കുന്ന ചെറിയൊരു സംശയത്തെക്കുറിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നിട്ട് പേഷ്യൻറ്റിന് പാർക്കിൻസോൺസ് എന്ന് പറയുന്ന അസുഖമാണ്. നിങ്ങൾക്കറിയാം, കൈ വിറയ്ക്കും, നടക്കാൻ ബുദ്ധിമുട്ട് വരും, പതുക്കെ നമ്മൾ സ്ലോ ആയിട്ട് പോകും, അങ്ങനെയുള്ള അസുഖമായിരുന്നു. അപ്പോൾ അവസാനം നമ്മളെ വന്ന് കണ്ടു. അപ്പോൾ കൈ മടക്കാൻ പറ്റുന്നില്ല, അവർക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അതായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ പലതരത്തിലുള്ള ആയുർവേദം ഹോമിയോ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ലോക്കൽ ഡോക്ടറെ കണ്ടു. എന്നിട്ടും അവരൊന്നും കുറയുന്നില്ല. അങ്ങനെയാണ് അവസാനം എന്നെ വന്ന് കണ്ടത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പാർക്കിൻസോൺസ് വന്ന് പറഞ്ഞു. ഞാൻ അവസാനം ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. പാർക്കിൻസോൺസ് നമുക്കറിയാം, ഞരമ്പുകൾ ഇപ്പോൾ തലയിൽ ഞരമ്പുകൾ ചെറുതായിട്ട് വീക്കാകുന്നതാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നതിൻ്റെ സെക്രീഷൻ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. അവർക്കപ്പോൾ അതിന് ന്യൂറോളജിസ്റ്റ് മരുന്ന് ചെയ്തു. അത് കഴിഞ്ഞ് അവർ എന്നെ താങ്ക്സ് പറയാൻ വേണ്ടി മാത്രം എന്നെ വന്ന് കണ്ടു. ഡോക്ടറെ വളരെ ബെറ്റർ ആയി കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് സന്ധികളിൽ വേദനയാണ്, അവർക്ക് കൈ മടക്കാൻ പറ്റാത്തതായിരുന്നു അവരുടെ പ്രശ്നം. അത് അവസാനം ന്യൂറോളജിസ്റ്റിൽ പോയാൽ ന്യൂറോളജിസ്റ്റ് എന്തൊക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു ട്രീറ്റ് ചെയ്ത് ആ പേഷ്യൻ്റ് വളരെ ബെറ്ററായി. അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, റുമറ്റോളജിസ്റ്റിയാണോ ന്യൂറോളജിസ്റ്റിനെയാണോ കാണേണ്ടതെന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, പഴയ കാലത്ത് ആളുകൾ തളർവാദം വന്ന് കിടന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണെങ്കിലും എന്താണെങ്കിലും പലപ്പോഴും ആൾക്കാർക്ക് മൊബിലിറ്റി എഫക്റ്റ് ആകും, നടക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ന്യൂറോളജിസ്റ്റിനാണോ റുമറ്റോളജിസ്റ്റിനാണോ കാണേണ്ടത്? ചലനം, ഫോർ എക്സാമ്പിൾ ഷോൾഡർ പൊക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നതാണ്, മലപ്പുറത്ത് നിന്ന് വന്നതാണ്, ഷോൾഡർ പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് അവരുടെ കസിനെ ഷോൾഡർ പെയിനായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത് അത് ശരിയായി കൺട്രോളായിട്ട് കെയറിൽ വന്നിട്ട് നന്നായിട്ട് പോയി. അപ്പോൾ ഇവർ വിചാരിച്ചു അവർക്കും അത് തന്നെയാണ്. പക്ഷേ അവർക്ക് വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന് വേദനയല്ല, ഷോൾഡറിന് ബലക്കുറവാണ്. ഷോൾഡർ പൊക്കാൻ പറ്റുന്നില്ല. പൊക്കുമ്പോൾ അവർക്ക് വേറൊരാൾക്ക് പിടിച്ചു പൊക്കാം, ഇങ്ങനെ പിടിച്ചാൽ പൊക്കാം, പക്ഷേ അവർക്ക് തന്നെ പൊക്കാൻ പറ്റുന്നില്ല. അത് കാരണം അവരുടെ കഴുത്തിന് ഞരമ്പുകളുടെ പ്രശ്നവും, കഴുത്തിന് ചെറിയ ഇവിടുത്തെ ഒരു ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന ഞരമ്പുകളുണ്ട്, ആ ഞരമ്പുകൾ വീക്കായതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ അവരുടെ പ്രശ്നം അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ന്യൂറോളജിസ്റ്റിനെയാണോ കാണേണ്ടത് റുമറ്റോളജിസ്റ്റിനെയാണോ കാണേണ്ടത് എന്നുള്ളൊരു സിമ്പിളായിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കോമൺ കൺഫ്യൂഷനാണ്, പക്ഷേ നിങ്ങൾക്കത് ഒരു സ്ക്രീനിങ് ടൂളായിട്ട് പറഞ്ഞുതരാവുന്നത്. ഒന്ന്, വേദനയുണ്ട്, പെയിൻ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് റുമറ്റോളജിക്കൽ ഇഷ്യൂ ആകാനാണ് സാധ്യത. ഫോർ എക്സാമ്പിൾ, ഷോൾഡർ പൊക്കുമ്പോൾ നിങ്ങൾക്കത് പൊക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്, അതിൻ്റെ കൂടെ നല്ല റെസ്ട്രിക്ഷനും ഉണ്ട്. ഇങ്ങനെ പിടിച്ചാൽ പൊക്കാൻ പറ്റുന്നില്ല, നമ്മളിങ്ങനെ മറ്റേ കൈ കൊണ്ട് പൊക്കാൻ പോലും നല്ല വേദനയുണ്ട്. ഇല്ല, വേറൊരാൾ പൊക്കുമ്പോഴും വേദനയുണ്ടെങ്കിൽ അത് പലപ്പോഴും റുമറ്റോളജിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കൈകളുടെ വിരൽ മടക്കാൻ പറ്റുന്നില്ല, വേദനയോടുകൂടി മടക്കാൻ പറ്റുന്നുണ്ട്, വേദനയുണ്ട്, നല്ല വേദനയാണ്, രാവിലെ എഴുതുമ്പോൾ സ്റ്റിഫ്നെസ് ഉണ്ട്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്, അതുണ്ടെങ്കിൽ പലപ്പോഴും റുമറ്റോളജിക്കൽ ഇഷ്യൂ ആയിരിക്കും. അതേസമയം കൈക്ക് വിറവലാണ്, കൂടുതൽ വേദനയല്ല, അതാണെങ്കിൽ പലപ്പോഴും ന്യൂറോളജിക്കൽ ഇഷ്യൂ ആകാനാണ് സാധ്യത. അതായത് പെയിൻ അഥവാ വേദന ഉണ്ടെങ്കിൽ അത് മിക്കപ്പോഴും അത് റുമറ്റോളജിക്കൽ ഇഷ്യൂ കൊണ്ട് വരുന്നതാകാനാണ് സാധ്യത. അത് റുമറ്റോളജിസ്റ്റ് നിങ്ങൾ ആദ്യം കാണുക. അതേസമയം വിറവലാണ് അല്ലെങ്കിൽ വീക്ക്നെസ് ആണ്, ഒരു സൈഡ് മൂവ് ചെയ്യുന്നില്ല മാത്രം മൂവ് ചെയ്യാൻ വേറൊരാളെടുത്ത് വെക്കുമ്പോൾ പോലും നമുക്ക് വേദനയാണ്. പക്ഷേ ന്യൂറോളജിക്കൽ ഇഷ്യൂവിൽ വേദന താരതമ്യേന കുറവായിരിക്കും. അവർക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ കൈകൾക്ക് വിറവൽ അങ്ങനത്തെ പ്രശ്നമായിരിക്കും കൂടുതൽ. അപ്പോൾ വീക്ക്നെസ് രണ്ടിലും വരാം, നടക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ടിലും വരാം. പക്ഷേ റുമറ്റോളജിക്കൽ ഇൽനെസ്സിൽ പലപ്പോഴും സ്റ്റിഫ്നെസ് കാണും, പിടുത്തം കാണും, അല്ലെങ്കിൽ കൂടുതൽ ബലക്കുറവും കാണും. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ടൂളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു 70% കേസിലെങ്കിലും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയുന്നതിന് ഗുണമെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിനുശേഷം റുമറ്റോളജിസ്റ്റിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കണ്ട് ന്യൂറോളജിസ്റ്റിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേറൊരു കാര്യം, സിമ്പിളായിട്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടറോട് ചോദിക്കുക, ഇതാണ് പ്രശ്നം, ഞാൻ റുമറ്റോളജിസ്റ്റാണ് ന്യൂറോളജിസ്റ്റാണ് കാണേണ്ടത്. ഒരു പരിധിവരെ അവർക്കും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു 1-2 ടിപ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കും.